എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രൂട്ട് ജ്യൂസോ വൈനോ ഒന്നും ചേർക്കാതെ സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്ലം കേക്കിന് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര കരിച്ചാണ് ചേർക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ വളരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് കറുത്ത ഉണക്കമുന്തിരി, ഒരു 1/4 കപ്പ് ഗോൾഡൻ കളർ ഉണക്കമുന്തിരി, ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മൈദ മാവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ കേക്ക് വേവിച്ചെടുക്കുമ്പോൾ ഈ കേക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഈ നട്ട്സ് അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നട്ട്സ് എല്ലാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കരിച്ച് വെച്ച പഞ്ചസാരയുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്ന അളവിൽ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 3 ഏലക്ക, ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്കൊരു അരിപ്പയെ കൂടെ നന്നായിട്ടൊന്ന് അരിച്ച് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മാവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ച് ചേർക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് ബ്രെഡ് പൊടിച്ചയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലെങ്ങും കട്ട കെട്ടി കിടക്കാതെ എല്ലാം നന്നായിട്ട് മിക്സ് ആയോന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് 2 മുട്ടയും ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നട്ട്സും പിന്നെ കാരമലൈസ് ചെയ്തതിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ ട്യൂട്ടി ഫ്രൂട്ടി എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് ആവി കയറ്റാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിൽ ഒരു പാഷ്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. അരിവിനൊക്കെ ബട്ടറും തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ ഒരു 1/2 ഭാഗം വരെ നമ്മളിത് നിറയ്ക്കാവുള്ളൂ. ഇനി ഇതിന് മുകളിൽ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കവർ ചെയ്യുന്നത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ ആ വെള്ളം ഇതിനകത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു കത്തി കൊണ്ടിട്ട് ഇതിനകത്തോട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇഡലിത്തട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അതിൽ നിന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം അതിനകത്തോട്ട് വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് റെഡിയായി. ഞാൻ ഇതിനകത്ത് തന്നെ കുറച്ച് നേരം തണുക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തൊടുമ്പോൾ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ചെറിയ 2 പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു 1/2 മണിക്കൂറേ എടുക്കത്തുള്ളൂ. അങ്ങനെ ചെറിയ ബാച്ചിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് കത്തി വെച്ചിട്ട് വിടിയിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ട് നമുക്കൊന്ന് കമത്തി കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയാൽ മാത്രമേ ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുത്തുള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ നിന്ന് നമുക്ക് ആ പാഷ്മെൻറ്റ് പേപ്പർ എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നല്ല ഈവനായിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറും വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്നൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നല്ലൊരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്